ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ചൈത്രമാസമാണ്. ചൈത്രമാസത്തിൽ വരുന്ന പൗർണമി, ഏറ്റവും വിശേഷപ്പെട്ട പൗർണമിയാണ് ചൈത്ര പൗർണമി. അതായത് ഏപ്രിൽ 23 ചൊവ്വാഴ്ച ദിവസം. അന്നേ ദിവസം മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഹനുമാൻ ജയന്തിയാണ്. അതായത് ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ്. അതുപോലെ തന്നെ പൗർണമി വ്രതം എടുക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഏപ്രിൽ 23 ചൊവ്വാഴ്ച. ഇതുവരെ പൗർണമി വ്രതം എടുത്ത് ശീലിച്ചിട്ടില്ലാത്തവർ അവർക്ക് തുടങ്ങാനായിട്ട്, വ്രതം എടുത്ത് തുടങ്ങാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ദിവസവുമാണ്. ഇനി എന്തിനാണ് നമ്മൾ പൗർണമി വ്രതം എടുക്കുന്നത്? ഏത് ദേവനെയാണ് അല്ലെങ്കിൽ ദേവതയാണ് പ്രാർത്ഥിക്കുന്നത്? ചില ആളുകൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാറുണ്ട്, ചില ആളുകൾ സത്യനാരായണ സ്വാമി പ്രാർത്ഥിക്കാറുണ്ട്. അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ദയാലുവായ രൂപമാണ് സത്യനാരായണ സ്വാമി. സത്യനാരായണ സ്വാമിയെ പൗർണമി ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റു ചിലർ ദേവി മഹാമായയെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും വ്യത്യാസമനുസരിച്ച് അതാത് സ്ഥലത്തെ ആചാരക്രമങ്ങൾ അല്ലെങ്കിൽ അതായത് ഗോത്രങ്ങളിലെ ആചാരപ്രകാരം അനുസരിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തു തന്നെയായാലും ദേവീ പൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ് പൗർണമി ദിവസം. നമ്മൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ശാരീരികപരമായ അസ്വസ്ഥതകളെല്ലാം മാറ്റുന്നതിന് പൗർണമി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബലം ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് പൗർണമി വ്രതം എടുക്കുന്നതെങ്കിൽ നമ്മളുടെ സകല വിധത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് ഏറ്റവും ഉത്തമമാണ് ദേവി ത്രിപുര സുന്ദരിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൗർണമി വ്രതം എടുക്കുന്നത്. വളരെ വിശേഷമാണ്. നമുക്ക് പരമശിവനെ പ്രാർത്ഥിക്കാം, സത്യനാരായണ പൂജ ചെയ്യാം, വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചൈത്ര പൗർണമിക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും ഹനുമാൻ ജയന്തിയുമാണ്. നമ്മൾ സാധാരണ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം വലിയ വിശേഷമാണ്. അതുപോലെ ദേവിയെ പ്രാർത്ഥിക്കുന്നതിനും ചൊവ്വാഴ്ച ദിവസം വലിയ വിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസം നമുക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഭഗവാന് വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാം. സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിനും അതുപോലെ തന്നെ മാനസികമായ ബലത്തിനും തടസ്സങ്ങൾക്കും അതുപോലെ ശനിദോഷം അകറ്റുന്നതിനുമൊക്കെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. പൗർണമി വ്രതം എടുത്ത് തുടങ്ങാത്തവരൊക്കെ വ്രതം എടുത്ത് തുടങ്ങിക്കോളൂ. വലിയ വിശേഷമാണ്. കുറച്ച് കാലം അങ്ങോട്ട് പൗർണമി വ്രതം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇനി എങ്ങനെയാണ് പൗർണമി വ്രതം എടുക്കുന്നത്? ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് പൗർണമി. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം നമ്മൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കാതിരുന്നതിന് ശേഷം നമുക്ക് സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ച് ശീലിക്കുന്നവർ അത് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ. കാരണം ഒരു വ്രതത്തിന് മുന്നോടിയായിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ശുദ്ധാഹാരത്തിലിരിക്കുക വ്രതത്തിൻ്റെ തലേ ദിവസം. ഇനി വ്രതത്തിൻ്റെ അന്ന് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണങ്ങളെന്ന് പറയുന്നത് പരിപ്പും ഉപ്പുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടാനൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ അതിന് ഉപ്പ് ചേർക്കാതെ കഴിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഇരിക്കുക. അതല്ലെങ്കിൽ ഉപവസിക്കുക. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കുക. ഉപവസിച്ചതിന് ശേഷം, അതായത് ഒരു ദിവസം നമ്മൾ ഉപവസിക്കണം. ഒരു ഫുൾ ദിവസം ഉപവസിച്ച് പിറ്റേ ദിവസം നമ്മൾ ദേവീക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം അവിടുന്ന് തീർത്ഥം കുടിച്ച്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ജപിച്ച് നമ്മൾ തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പഴങ്ങളും പാലും ഒക്കെ കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ല ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർ, അതായത് ഉപവസിക്കാൻ കഴിയാത്തവർ പൂർണ്ണമായും പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കുക. കാരണം പരിപ്പും ഉപ്പുമാണ് ഉപേക്ഷിക്കേണ്ടത് പൗർണമി വ്രതത്തിന് എന്നാണ് പറയുന്നത്. കൂട്ടാൻ വെച്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പില്ലാതെ കഴിക്കാൻ നമുക്ക് പാടാണല്ലോ. അതാണ്. ഇനി ഉപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്നവർ
ഉപ്പില്ലാതെ കഴിച്ചോളൂ. പക്ഷേ പാലും പഴങ്ങളും കഴിച്ച് ഇരിക്കുന്നതാണ്. നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം, ചായ കുടിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മാത്രം ശ്രദ്ധിക്കുക, ഉപ്പും പരിപ്പുമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇനി അരിയാഹാരം വേണ്ട, അതും നിർബന്ധമാണ്. അരിയാഹാരം നമുക്ക് കഴിക്കുന്നെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കി പൂർണ്ണചന്ദ്രനെ കണ്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അരിയാഹാരം നമുക്ക് കഴിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന ചോറ് നമുക്ക് എന്തെങ്കിലും മോരോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോഴും ഉപ്പ് ഉപയോഗിക്കാതെ കഴിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിക്കാം. പക്ഷേ ശരിക്കും ഈ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വ്രതം അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം, കുഴപ്പമില്ല. എങ്കിലും ഇതാണ് നമ്മൾ നിഷിദ്ധമായിട്ട് ഇരിക്കുന്നത്. എന്തു തന്നെയായാലും ചന്ദ്രനെ കണ്ടതിന് ശേഷം വേണം നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉപവസിക്കുക. അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കുക. ഇപ്പോൾ ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ധാരാളം വെള്ളമൊക്കെ കുടിക്കണം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ വ്രതത്തെ, നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതത്തെ ക്രമപ്പെടുത്തുക. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് നമ്മൾ നിർബന്ധമായും ലളിതാ സഹസ്രനാമം ജപിക്കുക. രാവിലെയും വൈകുന്നേരവും ജപിക്കുക. അപ്പോൾ രാവിലെ ജപിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകണമെങ്കിൽ വൈകുന്നേരം ജപിക്കുക. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് ജപിക്കുക. അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്ന ആ നാമം നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ദേവി മഹാത്മ്യം വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കുക. അതല്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി ജപിക്കാൻ പറ്റുന്നവർ ദുർഗാ സപ്തശ്ലോകി ജപിക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ, അതായത് ഭഗവാൻ സത്യനാരായണൻ്റെ ക്ഷേത്രമോ അതല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമോ പരമശിവൻ്റെ ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവി മഹാമായയുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൈത്ര പൂർണിമ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ കൊണ്ടുവരികയുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലും നാമം ചൊല്ലിയാലും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും നമുക്കൊരു ദോഷം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആളുകൾ യമധർമ്മൻ, നമുക്കറിയാമല്ലോ യമധർമ്മൻ്റെ സഹായിയാണ് ആരെന്ന് പറയുന്നത് ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കും ഈ ദിവസം. തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ്. നമുക്കറിയാം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമുക്കുണ്ടാകുന്ന അഭൂതപൂർവമായ ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും. ശനിദോഷം, അതായത് കണ്ടകശനി മുതലായ ദോഷങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദോഷം നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നാണ് പറഞ്ഞത്. അതായത് ദോഷത്തിൻ്റെ കാഠിന്യം നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ, തടസ്സങ്ങളുള്ളവർ, വിദ്യാ തടസ്സമുള്ളവർ, സാമ്പത്തിക തടസ്സമുള്ളവർ, മാനസികമായി ബലം കുറഞ്ഞിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അകാരണമായ പേടിയുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ദേവി മഹാമായയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ സത്യനാരായണ സ്വാമി, മഹാവിഷ്ണു, പരമശിവൻ, ഇത്രയും ആളുകൾക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് അന്നത്തെ ദിവസം ദേവിക്ക് വേണ്ടി നമുക്ക് വ്രതമെടുക്കുക. എന്തു തന്നെയായാലും അന്നത്തെ ദിവസം ഒരു ശുദ്ധാഹാരത്തിലിരുന്ന്, ഒരു വ്രതനിഷ്ഠയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. സന്ധ്യ കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രഭഗവാനെ കണ്ട് ഓം ചന്ദ്രായ നമ എന്ന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ അതും വളരെ വിശേഷമാണ്. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു പൂർണ്ണമായ ഒരു ഉണർവും ഉന്മേഷവുമൊക്കെ ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചൊവ്വാഴ്ച ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കുക. തിങ്കളാഴ്ച ശുദ്ധാഹാരത്തിലിരിക്കുക, ചൊവ്വാഴ്ച ദിവസം വ്രതത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും അമ്മ മഹാമായ നിങ്ങൾക്ക് തന്നിരിക്കും. അത് പൗർണമി വ്രതം ഇതുവരെ എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ചൈത്ര പൂർണിമ. അന്ന് മുതൽ എടുത്ത് തുടങ്ങിക്കോളൂ. ഏറ്റവും നല്ലതാണ്. ദേവി മഹാമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.